1996 നവംബർ 6 തീയതി ചെന്നൈയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അതിരാവിലെ തുടർച്ചയായി ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. പോലീസുകാരെല്ലാം അവരവരുടെ ഡ്യൂട്ടിയിലേക്ക് കയറുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം ഫോൺ എടുത്ത ഒരു പോലീസുകാരനോട് ഒരാൾ പറഞ്ഞു തുടങ്ങി, ഇവിടെ 21G ബസ് സ്റ്റോപ്പിലെ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ബസ് ഉള്ളത്. അതിന്റെ ഏറ്റവും പിറകുവശത്തെ സീറ്റിന്റെ അടിഭാഗത്ത് ഒരു ട്രാവൽ ബാഗ് ഉണ്ട്. അതിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം വരുന്നുണ്ട്. ഞങ്ങൾ ബസ്സുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. വൈകാതെ തന്നെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. പോലീസുകാർ ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന ഉടൽ ഭാഗം. തലയില്ല, കാലില്ല, കൈകളില്ല. ആ ഉടൽ ഭാഗം തന്നെ വെട്ടിനുറുക്കി ഒരു ബാഗിലാക്കി വെച്ചിരിക്കുകയാണ്. പോലീസ് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബസ്സിനെ പറഞ്ഞുവിട്ടു. ഇതാരെന്നോ എന്തെന്നോ അറിയില്ല. സാക്ഷികളോ മറ്റ് യാതൊരുവിധ തെളിവുകളുമില്ല. പോലീസ് ആ ഉടൽ ഭാഗം സൂക്ഷിച്ചു വെച്ചു. 1996 നവംബർ 7 തീയതി തമിഴ്നാട് മൊത്തത്തിൽ ദീപാവലി സെലിബ്രേഷന്റെ ആഘോഷ തിരക്കിലായിരുന്നു. എന്നാൽ അവിടെ മദ്രാസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്ന PK പൊന്നുസ്വാമിയുടെ വീട്ടിൽ യാതൊരുവിധ ആഘോഷങ്ങളില്ല. അവർ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. പലരെയും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒടുക്കം കടലൂർ ജില്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് പൊന്നുസ്വാമി എത്തി. എന്റെ മകനെ കാണാനില്ല. ദീപാവലി ആഘോഷങ്ങൾക്ക് വീട്ടിലേക്ക് വരാമെന്ന് ഉറപ്പ് തന്നതായിരുന്നു. മകൻ മറ്റാർക്കെങ്കിലും ഒപ്പം ദീപാവലി ആഘോഷിക്കുന്നുണ്ടാകും. പോലീസ് ഇങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് പൊന്നുസ്വാമി ഇത് ശക്തമായി എതിർത്തു. എന്റെ മകൻ അങ്ങനെ ഒരാളല്ലെന്ന് പോലീസിനോട് പൊന്നുസ്വാമി കയർത്തു സംസാരിച്ചു. അച്ഛനോടും അമ്മയോടും പറയാതെ മകൻ മറ്റെവിടെയും പോകില്ലെന്ന് പൊന്നുസ്വാമി തറപ്പിച്ചു പറഞ്ഞു. സമൂഹത്തിൽ നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾ. പോലീസ് ഉടൻ തന്നെ കേസ് അന്വേഷണം ആരംഭിച്ചു. അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള രാജാമുത്തയ്യ മെഡിക്കൽ കോളേജിലെ MBBS 1ാം വർഷ വിദ്യാർത്ഥിയാണ് പൊൻ നവരസു, 18 വയസ്സ്. അന്വേഷണം രാജാമുത്തയ്യ കോളേജിൽ നിന്നും ആരംഭിച്ചു. പോലീസ് പൊന്നവരസുവിന്റെ മുറിയിലേക്ക് എത്തി. ഹോസ്റ്റൽ മുറിയിൽ അവന്റെ മുറി പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. പൂട്ടുപൊളിച്ച് പോലീസ് അകത്ത് കയറിയപ്പോൾ അവിടെ അസ്വാഭാവികമായിട്ട് യാതൊന്നും കണ്ടെത്തിയില്ല. ബാഗുകളും വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഉണ്ട്. പകുതി മടക്കി വെച്ച വസ്ത്രങ്ങളും പുസ്തകങ്ങളും അവിടെ കണ്ടപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി പൊന്നവരസു തന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. എങ്കിൽ പൊന്നവരസു എവിടെയായിരിക്കും? ചെന്നൈ നഗരത്തിൽ നിന്നും കണ്ടെത്തിയ ബാഗിനുള്ളിലെ ഉടലും പൊന്നവരസുവിന്റെ മിസ്സിംഗ് കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പോകാം നമുക്ക് ഒരു കുടുംബം തകർത്ത, രാജ്യത്തിന്റെ നിയമത്തെ തന്നെ മാറ്റിമറിച്ച തമിഴ്നാട് പൊന്നവരസു മർഡർ കേസിന്റെ വേരുകൾ തേടി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 1996 നവംബർ 7 തീയതി ചെന്നൈ നഗരത്തിലെ 22G ബസിന്റെ പിറകുവശത്തെ ട്രാവൽ ബാഗിൽ നിന്ന് കണ്ടെത്തിയ മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന ഉടൽ ഭാഗങ്ങൾക്കു പിന്നാലെ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്നും ഫോൺ കോളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു തുടങ്ങി. മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന ശരീരഭാഗങ്ങൾ, കൈകൾ, കാലുകൾ ഇവയെല്ലാം റെയിൽവേ ട്രാക്കിൽ പലയിടങ്ങളിൽ നിന്നായി ലഭിച്ചു. ഒടുക്കം അണ്ണാമലൈ നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അഴുകി തുടങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യന്റെ തല രാജാ മുത്തയ്യ മെഡിക്കൽ കോളേജിന്റെ ഉപയോഗശൂന്യമായ ഒരു കുളത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. നാട്ടുകാർ സംഭവ സ്ഥലത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. പോലീസ് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച ഉടൽ, തല, കൈകാലുകൾ ഇവയെല്ലാം ഒരാളുടേതാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് വന്നു. നവംബർ 6 തീയതി രാജാ മുത്തയ്യ മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായ പൊന്നവരസുവിന്റെ മൃതദേഹത്തിന്റെ പല ഭാഗങ്ങളായിരുന്നു അത്. ഒരച്ഛനും അമ്മയ്ക്കും താങ്ങാവുന്നതിനും അപ്പുറം വലിയൊരു വേദനയായിരുന്നു ദീപാവലി ദിവസം ആ മാതാപിതാക്കളെ തേടിയെത്തിയത്. തന്റെ മകനോട് ഈ കൊടും ക്രൂരത ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവർക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആ മാതാപിതാക്കൾ പോലീസിനോടും തമിഴ്നാട് ഗവൺമെന്റിനോടും പറഞ്ഞു. അണ്ണാമലൈ നഗർ പോലീസ് സ്റ്റേഷനിൽ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഈ കേസ് കടലൂർ ജില്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നിന്ന് പൊന്നവരസു മർഡർ കേസിനായിട്ട് ഒരു സംഘം തന്നെ അവർ രൂപീകരിച്ചു. അന്വേഷണം ആരംഭിച്ചത് പൊന്നവരസുവിന്റെ പിതാവായിട്ടുള്ള പൊന്നുസ്വാമിയിൽ നിന്നായിരുന്നു. തന്റെ മകൻ ദീപാവലി ദിവസം തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും ആഘോഷങ്ങൾ ഒരുമിച്ചാകാമെന്നും മകൻ പറഞ്ഞിരുന്നു. ഇതായിരുന്നു അവരുടെ അവസാനത്തെ സംഭാഷണം. അങ്ങനെയാണ് പോലീസിൽ പരാതിപ്പെട്ടതും അവർ ഹോസ്റ്റലിൽ അന്വേഷിച്ചതും. പോലീസ് നേരെ പോയത് രാജാ മുത്തയ്യ മെഡിക്കൽ കോളേജിലേക്കായിരുന്നു. അവിടെ പൊന്നവരസുവിന്റെ മുറി തുറന്നു നോക്കിയപ്പോൾ അസ്വാഭാവികമായിട്ട് യാതൊന്നും കണ്ടെത്തിയില്ല. പകുതി മടക്കി വെച്ച വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ, വൃത്തിയായി മടക്കി വെച്ചിരിക്കുന്ന ബെഡ്ഷീറ്റുകൾ. ദീപാവലി അവധിയായിട്ടും വീട്ടിൽ പോവാത്ത ചില കുട്ടികളും അധ്യാപകരും ഉണ്ടായിരുന്നു. പോലീസ് ആദ്യം അവരെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. പൊന്നവരസുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കുട്ടികളും അധ്യാപകരും ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. വളരെ അനുസരണയുള്ളവൻ, ഒരാളോട് പോലും യാതൊരു വിധത്തിലും മോശമായി പെരുമാറിയിട്ടില്ല. അച്ഛനും അമ്മയും മാത്രമായിരുന്നു അവന്റെ ലോകം.
പഠിച്ച് നല്ലൊരു ഡോക്ടർ ആവാൻ വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നവൻ. പിന്നെ പൊന്നവരസനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തത് ആരായിരിക്കും? പോലീസിന്റെ ഇത്തരത്തിലുള്ള നിരന്തരമായ ചോദ്യം ചെയ്യലില് പോലീസിന് ഒരു പേര് വീണ് കിട്ടി. ജോൺ ഡേവിഡ്, 3ാം വർഷ MBBS വിദ്യാർത്ഥി. പൊന്നവരസുവിനെ കാണാതായ ദിവസം ജോൺ ഡേവിഡിനുമൊത്ത് നടന്നു പോകുന്നതായി താൻ കണ്ടെന്ന് ഒരു കുട്ടി മൊഴി നൽകി. നവംബർ 7-ാം തീയതിക്ക് ശേഷം ജോൺ ഡേവിഡിനെ ആരും കണ്ടിട്ടില്ല. പിന്നീട് പോലീസ് കോളേജ് ക്യാമ്പസിൽ അന്വേഷിച്ച് നടന്നത് ജോൺ ഡേവിഡിനെ ആയിരുന്നു. അന്വേഷിച്ച പോലീസ് ടീമിന് ജോൺ ഡേവിഡിനെ കുറിച്ച് ലഭിച്ചത് അത്ര നല്ല വാർത്തകളായിരുന്നില്ല. അയാൾ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ മാനസികവും ശാരീരികമായും ഉപദ്രവിക്കുമെന്നും റാഗിങ്ങിന്റെ പേരിൽ എതിർക്കുന്നവരെ വളരെ ക്രൂരമായി അടിക്കുമെന്നും വിദ്യാർത്ഥികൾ ഓരോന്നായി മൊഴി നൽകി തുടങ്ങി. റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഓരോ ജോലി ചെയ്യിപ്പിക്കുക, എതിർക്കുന്നവരെ വളരെ ക്രൂരമായി മർദ്ദിക്കുക, എന്തിന് സെക്ഷൽ ഹറാസ്മെന്റ് പോലും ജോൺ ഡേവിഡ് ചെയ്തെന്ന് കുട്ടികൾ പരാതി പറഞ്ഞു. ഇതൊന്നും ഒരിക്കലും ഒരാൾ പോലും പരാതിപ്പെട്ടില്ല. കാരണം പിന്നീട് ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടായിരിക്കാം. ഒരിക്കൽ കുംഫു അറിയാവുന്ന ജോൺ ഡേവിഡ് ഒരു ജൂനിയർ വിദ്യാർത്ഥിയോട് വസ്ത്രങ്ങൾ അഴിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പലതരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യാൻ അയാൾ പറഞ്ഞു. ഇതെല്ലാം വിസമ്മതിച്ച ആ കുട്ടിയെ ജോൺ ഡേവിഡ് മർദ്ദിക്കാൻ ആരംഭിച്ചു. ജോൺ ഡേവിഡിന്റെ ഓരോ അടിയും കരാട്ടെ അറിയാവുന്ന ആ കുട്ടി തടഞ്ഞു. അങ്ങനെ ജോൺ ഡേവിഡിൽ നിന്നും കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട ആ വിദ്യാർത്ഥി കോളേജ് മുഴുവൻ ജോൺ ഡേവിഡിന്റെ വൃത്തികെട്ട മുഖം കാണിച്ചു കൊടുത്തു. അതിനുശേഷം കോളേജ് ഒന്നടങ്കം ജോൺ ഡേവിഡിനെ ഒരു വെറുപ്പോടെയും ഭയത്തോടും കൂടി നോക്കിക്കണ്ടു. ഒരു തരത്തിൽ കുട്ടികൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഹീറോ പരിവേഷമായിരുന്നു ജോൺ ഡേവിഡിന് ആ കോളേജിൽ കിട്ടിയത്. പോലീസ് എവിടെയൊക്കെ തിരഞ്ഞിട്ടും ജോൺ ഡേവിഡിനെ കണ്ടെത്താനായി. ഒടുക്കം പൊന്നവരസുവിന്റെ കൊലപാതകത്തിന് 4 ദിവസങ്ങൾക്ക് ശേഷം ജോൺ ഡേവിഡ് മാനാർഗുഡി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കീഴടങ്ങി സ്വമേധയാൽ കുറ്റസമ്മതം നടത്തി. അയാൾ പറഞ്ഞ കഥകൾ കേട്ട് പോലീസും നാട്ടുകാരും ഒന്നടങ്കം ഞെട്ടിപ്പോയി. അയാൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ യാദൃശ്ചികമായി പൊന്നവരസുവിനെ ജോൺ ഡേവിഡ് പരിചയപ്പെട്ടു. അവൻ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ജോൺ ഡേവിഡ് തന്റെ അസൈൻമെന്റുകളെല്ലാം പെട്ടെന്ന് തന്നെ എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടു. ഇതൊക്കെ റാഗിങ്ങിന്റെ ഭാഗമാണെന്നും എത്രയും പെട്ടെന്ന് എഴുതി തന്നില്ലെങ്കിൽ അടി കൊള്ളാതെ രക്ഷപ്പെടാമെന്നും ജോൺ ഡേവിഡ് പൊന്നവരസുവിനോട് പറഞ്ഞു. എന്നാൽ ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിൽ വെച്ച് പൊന്നവരസു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇതൊന്നും എഴുതി തരാൻ പോകുന്നില്ല. റാഗിംഗ് ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. ഞാൻ മദ്രാസ് കോളേജിലെ വൈസ് ചാൻസലറുടെ മകനാണ്. അതുകൊണ്ട് എന്റെ അടുത്ത് ഇത്തരം റാഗിങ്ങുമായി വരരുത്. ഇത്രയും വളരെ സൗമ്യമായി പറഞ്ഞുകൊണ്ട് പൊന്നവരസു നടന്നു. കോളേജിലൊരു നെഗറ്റീവ് ഹീറോ ആയി നടക്കുന്ന ജോൺ ഡേവിഡിന് ഇത് ചെകിട്ടത്തേറ്റ അടിപോലെയായിരുന്നു. ആൾക്കാരുടെ മുന്നിൽ, എന്തിന് എന്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് അവൻ ഇത്രയും തന്റേടത്തോടെ എന്റെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ അവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. തന്റെ കൂട്ടുകാരൊക്കെ തമാശ രൂപേണ ചിരിക്കുന്നു. എന്തിന് ഇത് കേട്ടു നിന്ന പലരും എന്നെ ഒരു പുച്ഛത്തോടെയാണ് നോക്കുന്നത്. ഇങ്ങനെയൊക്കെ ജോൺ ഡേവിഡ് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി. ഇത് പൊന്നവരസുവിനോട് ജോൺ ഡേവിഡിന് വല്ലാത്തൊരു പക വളർത്തിയെടുത്തു. ആ പയ്യനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവൻ ഇതിന്റെ നല്ല പണി കൊടുക്കണം. ഇടയ്ക്കിടെ ജോൺ ഡേവിഡ് തന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ കൂട്ടുകാർ ഇതൊന്നും കാര്യമാക്കി എടുത്തില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. നവംബർ 6-ാം തീയതി ഹോസ്റ്റലിലെ 3/4 കുട്ടികളും ദീപാവലി ആഘോഷത്തിനായിട്ട് തങ്ങളുടെ നാട്ടിലേക്ക് വണ്ടി കയറി. ജോൺ ഡേവിഡ് ഹോസ്റ്റലിൽ തന്റെ മുറിയിൽ തനിച്ചായിരുന്നു. അയാൾ പൊന്നവരസുവിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. പാതിചാരിയ ആ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ പൊന്നവരസു ആ മുറിയിൽ തനിച്ചായിരുന്നു. അച്ഛനും അമ്മയ്ക്കൊപ്പം ദീപാവലി ആഘോഷിക്കണം. ഇത്തരം കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പൊന്നവരസു തന്റെ വസ്ത്രങ്ങൾ അടുക്കി വെക്കുകയായിരുന്നു. വാതിൽക്കൽ നിൽക്കുന്ന ജോൺ ഡേവിഡിനെ കണ്ടപ്പോൾ പൊന്നവരസു ചിരിച്ചുകൊണ്ട് ഡേവിഡിനെ അകത്തേക്ക് ക്ഷണിച്ചു. അവന്റെ മനസ്സിൽ യാതൊരുവിധ ദേഷ്യവും ഉണ്ടായിരുന്നില്ല. ഉള്ളിൽ പകയുടെ തീക്കനൽ കത്തിച്ചുകൊണ്ട് മുഖത്ത് ചെറിയൊരു വിഷമം നടിച്ച് ജോൺ ഡേവിഡ് പൊന്നവരസുവിന്റെ മുറിക്കുള്ളിലേക്ക് കടന്നു. ഞാൻ അന്ന് പൊന്നവരസുവിനോട് കാണിച്ച റാഗിങ് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ദേഷ്യവും വിഷമവും ഇല്ലെങ്കിൽ എന്റെ മുറി വരെ ഒന്ന് വരണം. നമുക്കിടയിൽ ഇനിയൊരു ദേഷ്യം വേണ്ട. നമുക്കിത് പറഞ്ഞു തീർക്കണം. മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും നീ എന്റെ മുറിയിലേക്കൊന്ന് വരണം. എനിക്ക് നിങ്ങളോട് യാതൊരുവിധ ദേഷ്യവും ഇല്ല. ഞാൻ അന്നത്തെ കാര്യം അന്ന് തന്നെ മറന്നിട്ടുണ്ട്. ഞാനിപ്പോ വീട്ടിലേക്ക് പോകാനുള്ള തിരക്കില്ല. അച്ഛനും അമ്മയും ഈ ദീപാവലി ദിവസം എന്നെയും കാത്തു നിൽക്കുന്നുണ്ട്. ഇത്തവണത്തെ ആഘോഷം എന്റെ കുടുംബത്തോടൊപ്പം ആകണം. ഇത്രയും പറഞ്ഞ് പൊന്നവരസു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ജോൺ ഡേവിഡ് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരൊറ്റ തവണ നീ എന്റെ മുറിയിലേക്ക് വരണം. നമുക്കിടയിൽ യാതൊരുവിധ പ്രശ്നമില്ലെന്ന് എനിക്ക് മറ്റുള്ളവരെങ്കിലും ഒന്ന് കാണിക്കണം. അവസാനം ആ നിർബന്ധത്തിന് പൊന്നവരസു ജോൺ ഡേവിഡിന്റെ കൂടെ മുറിയിലേക്ക് നടന്നു. അവർ രണ്ടുപേരും വരാന്തയിലൂടെ ജോൺ ഡേവിഡിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. ഇത് പല കുട്ടികളും അന്ന് കണ്ടിരുന്നു. പൊന്നവരസു മുറിയിലേക്ക് കയറിയ ഉടൻ തന്നെ ജോൺ ഡേവിഡ് മുറി അകത്തുനിന്ന് പൂട്ടി. അയാളുടെ മുഖഭാവങ്ങൾ മാറി, ശബ്ദം മാറി. അലറിക്കൊണ്ടവൻ പൊന്നവരസുവിന്റെ അടുത്തെത്തി. എത്രയും പെട്ടെന്ന് നീ വസ്ത്രങ്ങൾ അഴിക്കണം. പൊന്നവരസു ആകെയൊന്നു ഭയന്നു. അവൻ പറഞ്ഞു, എനിക്ക് പോകണം. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് എത്തണം. അപ്പോഴൊക്കെ ജോൺ ഒരു മൃഗത്തെ പോലെയായിരുന്നു.
അയാൾ പൊന്നവരസുവിനെ അടിച്ചു. കുതറി ഓടാൻ നിന്ന ആ കുട്ടിയെ ജോൺ കയ്യിൽ കിട്ടിയ ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചു പല തവണ. മറ്റുള്ളവരുടെ മുന്നിൽ തന്റെ ഹീറോ റോൾ തകർത്ത പൊന്നവരസുവിന്റെ കരച്ചിൽ നിൽക്കും വരെ ജോൺ അടി നിർത്തിയില്ല. പിന്നീട് ജോൺ പൊന്നവരസുവിന്റെ പ്രതികരണം ഒന്നുമില്ലാതായപ്പോൾ അടുത്തു ചെന്ന് നോക്കി. കൊല്ലണമെന്ന ഉദ്ദേശത്തോട് തന്നെയായിരുന്നു ജോൺ ഡേവിഡ് പൊന്നവരസുവിനെ അടിച്ചത്. പല സ്വപ്നങ്ങളും പടുത്തുയർത്തി ചിറക് വിരിച്ചു പറക്കാൻ മോഹിച്ച ആ പാവം കുഞ്ഞിനെ ജോൺ ഡേവിഡ് എന്ന മനുഷ്യമൃഗം ക്രൂരമായി കൊന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടം കൊണ്ടൊന്നും ജോൺ ഡേവിഡ് നിർത്തിയില്ല. ചെയ്ത തെറ്റിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കമായിരുന്നു ജോൺ ഡേവിഡിന്റെ അടുത്തത്. ലാബിൽ നിന്നും അയാൾ സർജിക്കൽ ബ്ലേഡ് എടുത്തു വന്നു. പൊന്നവരസുവിന്റെ ശരീരഭാഗങ്ങൾ പല കഷണങ്ങളായി അറുത്തുമാറ്റി കയ്യിൽ കിട്ടിയ ബാഗുകളിലേക്കാക്കി. കൊല ചെയ്തപ്പോൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ടെറസിൽ കൊണ്ടുപോയി കത്തിച്ചു. ദീപാവലി ആഘോഷങ്ങൾ നടക്കുന്ന ആ രാത്രി പൊന്നവരസുവിന്റെ ശരീരം നുറുക്കിയെടുത്ത് വലിയ 2 ബാഗുകളിലാക്കി അയാൾ കോളേജിന് പുറത്തിറങ്ങി. ഓരോ ഭാഗങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുക. ഇതിനായി സംഭവ സ്ഥലമായ രാജാ മുത്തയ്യ മെഡിക്കൽ കോളേജിൽ ആരും ഒരിക്കൽ പോലും പോകാത്ത ഒഴിഞ്ഞ സ്ഥലത്തെ കുളത്തിൽ തല ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവിടെ നിന്നും ചെന്നൈ ട്രെയിൻ കയറി. പിന്നീട് വീണ്ടും മറ്റൊരു ട്രെയിൻ കയറി. ഇങ്ങനെ 2 ട്രെയിൻ മാറി മാറി കയറി നല്ല ഡിസ്റ്റൻസിൽ കാലുകളും കൈകളും ഉപേക്ഷിച്ചു. എന്നാൽ ഉടൽ ഭാഗം ഉപേക്ഷിക്കാൻ പറ്റിയില്ല. അതുമായി വീണ്ടും ചെന്നൈയിലേക്ക് വന്നു. മാസ്കും തൊപ്പിയും ധരിച്ച് 22G ബസ്സിൽ കയറി ലാസ്റ്റ് സീറ്റിലിരുന്നു. ഇറങ്ങുമ്പോൾ ഉടൽ ഭാഗം നിറച്ച പെട്ടി ആ ബസ്സിന്റെ സീറ്റിൽ തന്നെ ഉപേക്ഷിച്ചു. പിന്നീടാണ് വീഡിയോയിലെ ആദ്യ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നത്. പൊന്നവരസുവിനെ കൊടൂരമായി കൊന്ന ക്രൂരനായ ജോൺ ഡേവിഡിനെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പിനായി പല ഭാഗങ്ങളിലേക്ക് നടന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങൾ തുടങ്ങി. അങ്ങനെ 1997 തമിഴ്നാട്ടില് പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് നിലവിൽ വന്നു. ഇന്ത്യയിലെ തന്നെ റാഗിങ്ങിനെതിരെയുള്ള ആദ്യത്തെ നിയമമായിരുന്നു തമിഴ്നാട്ടിൽ വന്ന പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട്. 1997 ജോൺ ഡേവിഡ് പൊന്നവരസുവിനെ വളരെ മൃഗീയമായി ക്രൂരമായി കൊന്നുവെന്ന് കോടതിക്ക് തെളിഞ്ഞു. അങ്ങനെ കഡലൂർ കോടതി ഇയാളെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ മദ്രാസ് കോടതിയിലേക്ക് അപ്പീലുമായി പോയ ജോൺ ഡേവിഡ് താൻ ഇത്തരമൊരു കുറ്റം ചെയ്തിട്ടില്ല എന്നും എന്റെ മേൽ ഈ കുറ്റം ബലമായി ചുമത്തിയതാണെന്നും ജോൺ ഡേവിഡ് വാദിച്ചു. അങ്ങനെ ഈ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്ന സാക്ഷികളോ തെളിവുകളോ ജോൺ ഡേവിഡിനെതിരെയില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വിധിയെഴുതി. 2001 മദ്രാസ് ഹൈക്കോടതി ജോൺ ഡേവിഡിനെ വെറുതെ വിട്ടു. എന്നാൽ ഈ കേസ് അന്വേഷിച്ച പോലീസിനോ പൊന്നവരസുവിന്റെ മാതാപിതാക്കൾക്കോ ഈ വിധി ഒരിക്കൽ പോലും അംഗീകരിക്കാനാവുമായിരുന്നില്ല. 2001 ജയിൽ മോചിതനായി കുറ്റം തെളിഞ്ഞു എന്ന സന്തോഷത്തിൽ ജയിലിൽ നിന്നും പുറത്തു വരുന്ന ജോൺ ഡേവിഡിന്റെ ചിത്രങ്ങൾ അന്നത്തെ സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങളിലും വൈറലായിരുന്നു. കാരണം മുടി നീട്ടി വളർത്തി കയ്യിലൊരു ബൈബിളും പിടിച്ചിരുന്ന ജോൺ ഡേവിഡ് വളരെ വ്യത്യസ്തനായിട്ട് ചിരിച്ചുകൊണ്ടായിരുന്നു പുറത്തിറങ്ങിയത്. കണ്ടാൽ വളരെ പെർഫെക്റ്റ് എന്ന് തോന്നിക്കുന്ന ഒരു വേഷമാറ്റം. തമിഴ്നാട് ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചു. പൊന്നവരസു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തു. എന്നാൽ ഇത്തവണ പോലീസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് ജോൺ ഡേവിഡിനെതിരെയുള്ള തെളിവുകളും സാക്ഷികളെയുമായിരുന്നു. കൃത്യം നടന്ന ദിവസം വസ്ത്രങ്ങൾ ടെറസിൽ വെച്ച് കത്തിക്കുന്നത് കണ്ടവർ സാക്ഷി പറഞ്ഞു. കൃത്യം നടന്ന ദിവസം വലിയ 2 ബാഗുമായി ജോൺ ഡേവിഡ് പുറത്തു പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞ് വാച്ച്മാൻ സാക്ഷി പറഞ്ഞു. അങ്ങനെ ശക്തമായ വാദപ്രതിവാദങ്ങൾ. 2011 സുപ്രീം കോടതി മദ്രാസ് ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കി. തുടർന്ന് ജോൺ ഡേവിഡ് ഈ കുറ്റകൃത്യം വളരെ ആസൂത്രിതമായി ചെയ്തതാണെന്ന് തെളിഞ്ഞു. സുപ്രീം കോടതി ജോൺ ഡേവിഡിന് ഇരട്ട ജീവപര്യന്തം വിധിച്ചു. ഈ കേസിന്റെ വിധി അന്നത്തെ തമിഴ്നാട് ഗവൺമെന്റ് വളരെ സന്തോഷപൂർവ്വമായിരുന്നു ഏറ്റെടുത്തത്. എന്നാൽ 2001 ജയിൽ മോചിതനായി പുറത്തിറങ്ങിയ ജോൺ ഡേവിഡിനെ പിന്നീട് ആരും എവിടെയും കണ്ടില്ല. ഇരട്ട ജീവപര്യന്തം വിധിച്ച് ജയിലിനുള്ളിലേക്ക് പോകാൻ ജോൺ ഡേവിഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ജോൺ ഡേവിഡ് എവിടെ? അയാളെ അന്വേഷിച്ച് പോലീസ് തലങ്ങും വിലങ്ങും ഓടി. 2001 പുറത്തിറങ്ങിയ ജോൺ ഡേവിഡ് ഒരു BPO കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു, തന്റെ മുഴുവൻ ഐഡന്റിറ്റി മാറ്റിക്കൊണ്ട് പുതിയൊരു മനുഷ്യനായിട്ട്. എന്നാൽ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ ലഭിക്കാതെ ഒരാൾ പോലും രക്ഷപ്പെടുകയില്ല. പോലീസ് ജോൺ ഡേവിഡിനെ കണ്ടുപിടിച്ചു. ഇവിടെ ചെറിയ ഈഗോയും റാഗിങ്ങും ഒക്കെ നശിപ്പിച്ചത് 2 പേരുടെ ജീവിതം മാത്രമല്ല, അവരെ വളർത്തി അവരിലൂടെ സ്വപ്നം കാണുന്ന 2 കുടുംബങ്ങളുടെ ജീവിതം കൂടിയാണ്. പൊന്നവരസുവിന് നീതി ലഭിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ ഇന്ത്യയിലെ എല്ലാ കൗമാരക്കാർക്കും റാഗിംഗ് എന്ന ഭയം ഇല്ലാതായി. എന്നാൽ ഇത് പൂർണ്ണമായും ഇല്ലാതായോ? ഇല്ല. ഓരോ വർഷവും നമ്മുടെ ഈ ഇന്ത്യയിൽ സംഭവിക്കുന്ന റാഗിംഗ് മരണങ്ങൾ ഞെട്ടലോടെയാണ് നമ്മൾ കാണുന്നത്. ഇനിയും ഇതുപോലുള്ള പൊന്നവരസുമാരും ജോൺ ഡേവിഡുകളും ഉണ്ടാവാതിരിക്കട്ടെ. കുറ്റകൃത്യങ്ങളുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.